ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞങ്ങളിപ്പോൾ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് സൽമാബാദിലുള്ള അൽഹിലാൽ ഹോസ്പിറ്റലിലേക്കാണ്. അൽഹിലാൽ ഹോസ്പിറ്റലിൽ ഇന്ന് കൊല്ലം പ്രവാസി അസോസിയേഷൻ നടത്തുന്ന ഒരു സമ്മർ ക്യാമ്പ് 2025 പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്നോടൊപ്പം ബിനു കുണ്ട്രയുണ്ട്, അച്ചുമോനുണ്ട്, കിച്ചുമോനുണ്ട്. അപ്പോൾ രാവിലെ 9:30 മണി മുതൽ വൈകിട്ട് 5:30 മണി വരെ നീണ്ടു നിൽക്കുന്ന മനോഹരമായ ഒരു സമ്മർ ക്യാമ്പാണ് ഇന്ന് അവിടെ നടക്കുന്നത്. ഏകദേശം ഒരു 100ഓളം കുട്ടികളാണ് ആ സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൊല്ലം പ്രവാസികളായിട്ടുള്ള ഫാമിലികളുടെ കുട്ടികളാണ് ഈ ഒരു രജിസ്ട്രേഷനിൽ പങ്കെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മനോഹരമായ ആ സമ്മർ ക്യാമ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ബഹറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരാഴ്ചയായി ഭയങ്കര ചൂടും ഹ്യൂമിഡിറ്റിയാണ്. ഇന്ന് തന്നെ രാവിലെ സമയം 10 മണി ആയതേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറൊക്കെ കാണിക്കുന്നത് 42 ഡിഗ്രിയാണ്. അപ്പോൾ ഞങ്ങൾ സൽമാനിയിൽ നിന്ന് പള്ളിയൊക്കെ പിരിഞ്ഞിട്ട് നേരെ സൽമാബാദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സമ്മർ ക്യാമ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മനോഹരമായ ഒരു കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരുപാട് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉള്ള മനോഹരമായ ഒരു 1 ഡേ പ്രോഗ്രാമാണ്. രാവിലെ 9:30 മണി മുതൽ വൈകിട്ട് 5:30 മണി വരെയൊക്കെയാണ് ആ ഒരു സമ്മർ ക്യാമ്പ് നീണ്ടു നിൽക്കുന്നത്. അത് കുട്ടികൾക്കൊക്കെ കളിയും ചിരിയുമായി ഒത്തുകൂടുന്നതിനും അവരുടെ ഫ്രണ്ട്സിനെയും അവരെ ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വേദിയാണ് ഇപ്പോൾ സൽമാബാദ് അൽഹിലാലിൽ ഒരുക്കിയിരിക്കുന്നത്. അത് കൊല്ലം പ്രവാസി അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ, ചിൽഡ്രൻസ് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മനോഹരമായ ആ ഒരു സമ്മർ ക്യാമ്പിൻ്റെ ദൃശ്യങ്ങളും മനോഹരമായ കാഴ്ചകളും കുട്ടികളുടെ രസകരമായ കോമ്പറ്റീഷനും അതുപോലെ തന്നെ മനോഹരമായ കളികളും ചിരികളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും മനോഹരമായ ഈ സമ്മർ ക്യാമ്പിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും കൊല്ലം പ്രവാസി അസോസിയേഷൻ്റെ ചിൽഡ്രൻസ് വിങ് അവതരിപ്പിക്കുന്ന ഈ സമ്മർ ക്യാമ്പിലേക്ക് 2025 നടക്കുന്ന ഈ സമ്മർ ക്യാമ്പിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങളിപ്പോൾ സൽമാബാദിലുള്ള അൽഹിലാൽ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു. അൽഹിലാൽ ഹോസ്പിറ്റലിൻ്റെ 2nd ഫ്ലോറിലാണ് ഈ ഒരു സമ്മർ ക്യാമ്പ് നടക്കുന്നത്. കൊല്ലം പ്രവാസി അസോസിയേഷൻ്റെ ചിൽഡ്രൻസ് വിങ് അഥവാ ചിൽഡ്രൻസ് പാർലമെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സമ്മർ ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ക്യാമ്പ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. രാവിലെ 9:30 മണി മുതലാണ് ഈ ഒരു ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തത്. 1 ഡേ ക്യാമ്പാണ്. അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഏകദേശം 100-ൽ പരം കുട്ടികളാണ് പല പല ആക്ടിവിറ്റീസുമായിട്ട് ആ ക്യാമ്പിൽ പങ്കുചേർന്നിരിക്കുന്നത്. എന്തായാലും അച്ചുവിനെയും കിച്ചുവിനെയും അവരുടെ ഏജ് ലിമിറ്റ് അനുസരിച്ചിട്ട് ഓരോ ആക്ടിവിറ്റിയിലേക്ക് ഞാൻ ആഡ് ചെയ്തു. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ക്രാഫ്റ്റിങ്ങും ഡ്രോയിങ്ങും അതുപോലെ തന്നെ ക്വിസ് മത്സരങ്ങളും പാട്ടു മത്സരങ്ങളും അതുപോലെ തന്നെ അങ്ങനെ പല പല ആക്ടിവിറ്റീസുമായിട്ടായിരുന്നു ആ ഒരു ക്യാമ്പ് നടന്നുകൊണ്ടിരുന്നത്. വിനു ക്രിസ്റ്റിയും അതുപോലെ തന്നെ ഒരുപാട് കോർഡിനേറ്റേഴ്സിനൊക്കെ ഈ ഒരു ക്യാമ്പ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പ് നടത്താൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരുപാട് ലേറ്റായി. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഞാൻ നാട്ടിൽ പോകേണ്ട വന്നു. അതുപോലെ തന്നെ ബിസിനസ് ആവശ്യത്തിനുമായി തുർക്കിയിൽ പോകേണ്ട വന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായതുകൊണ്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരുപാട് ലേറ്റായി. അപ്പോൾ സമ്മർ ക്യാമ്പൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ സമ്മറൊക്കെ കഴിഞ്ഞ് വിൻ്റർ തുടങ്ങിയ സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ഏകദേശം നടന്നത് നമ്മുടെ ജൂലൈ, ഓഗസ്റ്റ് അവരുടെ കുട്ടികളുടെയൊക്കെ വെക്കേഷൻ സമയത്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ സമയത്തൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും സദയം ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ ആയിരുന്നു ഈ ഒരു സമ്മർ ക്യാമ്പിൽ പങ്കെടുത്തത്. 100-ൽ പരം കുട്ടികളൊക്കെ ഈ ഒരു സമ്മർ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ കളിയും ചിരിയും ഒത്തുചേരലുകളും പരിചയപ്പെടലുകളും ക്രാഫ്റ്റിങ്ങും ഡ്രോയിങ്ങും അതുപോലെ തന്നെ ക്വിസ് മത്സരങ്ങളും പാട്ടു മത്സരങ്ങളും ഡാൻസും ഒക്കെ ആയിട്ട് ആ സമ്മർ ക്യാമ്പ് അടിച്ചു പൊളിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Ready? Okay. Come on, please come. പെട്ടെന്ന് ഡാൻസ് സ്റ്റോപ്പ്, മ്യൂസിക് സ്റ്റോപ്പ് ആവും. പെട്ടെന്ന് ഫ്രീസ് ആവും. ഫ്രീസ് ആകുമ്പോൾ ആ സമയത്ത് ആരെങ്കിലും പെട്ടെന്ന് വീണ്ടും ഇരിപ്പിടത്തിലേക്ക് പോകും. ക്യാപ്റ്റൻസ് അവർ ബ്രീഫ് ചെയ്യാം. അത് മനസ്സിലാവണം എങ്ങനെയാണെന്നുള്ളത്. ഇതിന് വേണ്ടി ഇരിപ്പിടത്തിലേക്ക് മനസ്സിലായില്ലേ? Okay, അത് ആ സമയത്ത് മനസ്സിലായില്ലേ?
ഏകദേശം 100ഓളം കുട്ടികൾ രജിസ്റ്റർ ചെയ്ത ഈ ഒരു സമ്മർ ക്യാമ്പിൽ എത്തിച്ചേർന്ന എല്ലാ കുട്ടികൾക്കും പേരൻസിന് ഉച്ചയ്ക്കുള്ള ഭക്ഷണവും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇടയ്ക്കിടെ സ്നാക്സും വെള്ളവും ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. 100ഓളം കുട്ടികളായിരുന്നു ഈ ഒരു സമ്മർ ക്യാമ്പിന് രജിസ്റ്റർ ചെയ്തത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമായി, ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസിലൊക്കെ അവർക്ക് പങ്കെടുക്കുവാൻ സാധിച്ചു, സമ്മാനങ്ങൾ മേടിക്കാൻ സാധിച്ചു, ഡാൻസുകൾ കളിക്കുവാൻ സാധിച്ചു, പാട്ടുകൾ പാടുവാൻ സാധിച്ചു, ക്രാഫ്റ്റിങ്ങിലും ഡ്രോയിങ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചു. എന്തായാലും കുട്ടികളൊക്കെ അടിച്ചു പൊളിച്ചു. രാവിലെ 9:30 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നീണ്ടുന്ന മനോഹരമായ ഒരു സമ്മർ ക്യാമ്പ് തന്നെയായിരുന്നു. ഈ ഒരു സമ്മർ ക്യാമ്പ് കണ്ടക്ട് ചെയ്തത് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്തത് ഇതിൻ്റെ കൺവീനർ കൂടിയായ ശ്രീ നിസാർ കൊല്ലമായിരുന്നു. അദ്ദേഹമായിരുന്നു കൊല്ലം പ്രവാസി അസോസിയേഷൻ്റെ സ്ഥാപക പ്രസിഡന്റ്. വൈകിട്ട് 5 മണിയോടുകൂടി ഒഫീഷ്യൽ മീറ്റിങ്ങോടുകൂടി പുറത്തുനിന്ന് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഗസ്റ്റിൻ്റെ പ്രസൻസോട് കൂടിയായിരുന്നു ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു സമ്മർ ക്യാമ്പ് പര്യവസാനിച്ചത്. മനോഹരമായ ഒരു സമ്മർ ക്യാമ്പായിരുന്നു. ആ സമ്മർ ക്യാമ്പിൻ്റെ മാക്സിമം ദൃശ്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. വീണ്ടും മനോഹരമായ മറ്റൊരു വീഡിയോ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ. വേറെ ആരും മിണ്ടരുത്. Tender. Very good. Tender. Again, pink. ആദ്യത്തെ അവിടെ വന്നു.